വട്ടിയൂർക്കാവിൽ CPM എന്ന സംവിധാനം വളരെ ദുർബലമാണ്. നമ്മൾ നിയമത്തെ കുറിച്ച് സംസാരിച്ചതുമല്ല, നിയമത്തെ വീണ്ടും ശിവൻകുട്ടി സുസംഘടിതമായ സംവിധാനത്തെ കൊണ്ടുപോകുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ പല CPMന്റെ ലോക്കൽ കമ്മിറ്റികളും കുറെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ വന്ന് ഒരു ഈവന്റ് മാനേജ്മെന്റ് സംവിധാനമായി മാറ്റിക്കൊണ്ടുപോകും. പക്ഷെ അവിടെ പ്രശാന്തിന്റെ നിയമസഭാ മന്ദിരം ഇരിക്കുന്ന സ്ഥലമാണല്ലോ ഈ മണ്ഡലം എന്ന് പറയുന്നത്, അല്ലെ? ഈ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് അല്ല. അതാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. പ്രശാന്തിനാണോ ആന്റി ഇൻകംബൻസി? ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ ഈ പറയുന്ന 7 വർഷമായിട്ട് നിൽക്കുന്ന ഒരു MLA ഇടയ്ക്ക് പോയി തിരിച്ചു വന്ന K. മുരളീധരന് വേറൊരു തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മുരളീധരൻ ഒരു വലിയ ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻ ആണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു സീനിയർ IPS ഓഫീസറൊക്കെയാണ്. പക്ഷേ ശ്രീലേഖ BJPക്ക് തന്നെ എത്രത്തോളം അഭിമതയാണ് എന്നൊരു ചോദ്യമുണ്ട്. ശ്രീലേഖ ശാസ്ത്രമല വാർഡിൽ തന്നെ ഈ മുന്നേറ്റം നിയമസഭ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് സംശയമുണ്ട്. അനൂപെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീലേഖ ഞാൻ മത്സരത്തിലില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അല്ലെ? അതായത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്, നരേന്ദ്രമോദി വന്നപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വിഷുലൊക്കെ അവിടെ നല്ല രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം BJPക്കാർക്ക് തന്നെ അഭിമതയാണോ ശ്രീലേഖ എന്നൊരു പ്രശ്നമുണ്ട്. ആ വോട്ടുകൾ എങ്ങോട്ട് പോകും? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് BJPയുടെ വോട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് എങ്ങോട്ടേക്ക് പോകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനകത്ത് ഞാൻ കൗതുകകരമായ ഒരു കാര്യം പറയാൻ കേട്ടോ. നിയമവുമായി ബന്ധപ്പെട്ട അതിനൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിയമത്തെ യഥാർത്ഥത്തിലെ BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ചത് മുരളീധരന്റെ സാന്നിധ്യമാണ് എന്നതിലുള്ള സംശയമില്ലല്ലോ. അങ്ങനെയാണ് ശിവൻകുട്ടി വിജയിച്ചു വന്നത്. RSSന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നിയമത്തെ അക്കൗണ്ട് പൊട്ടിച്ച മുരളീധരനെ ഈ പ്രാവശ്യം വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കണമെന്നുണ്ട്. അങ്ങനെയാണ് ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP വോട്ട് വേണമെങ്കിൽ CPMലേക്ക് LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കാരണം ഇപ്പൊ കുമ്മൻ രാജശേഖരനാണ് വരുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ K. സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് വിചാരിക്കാം, ഈവൻ S. സുരേഷോ VV രാജേഷോ ആണ് മത്സരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണ് കൃത്യമായിട്ട് BJP വോട്ട് ഓങ്ങി പണി കൊടുക്കുന്നു. അങ്ങനെ ഒരു സാധ്യത അത് അല്ല, അത് പറയാൻ കഴിയില്ല. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അനൂപേ, ഈ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു നായർ വോട്ട് ബാങ്ക് ആണല്ലോ. ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഏക സ്ഥാനാർത്ഥി K. മുരളീധരൻ മാത്രമാണ്. ഇപ്പോൾ പട്ടം ബ്ലോക്ക്, വട്ടിയൂർക്കാവ് ബ്ലോക്ക് 2 ബ്ലോക്കുകളായി ഈ മണ്ഡലത്തെ വിഭജിച്ചു കഴിഞ്ഞാൽ, പട്ടം ബ്ലോക്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ വിജയിച്ചു വന്ന പാർട്ടി UDF ആണ്. അബ്സല്യൂട്ട്ലി UDF അവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കിലടക്കം വലിയ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മുരളീധരന്റെ വോട്ട് ബാങ്കാണ്. വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ പോലും വട്ടിയൂർക്കാവിൽ നെറ്റിടക്കാണ്. കാരണം ഇത് വട്ടിയൂർക്കാവ് മുതൽ ഏതാണ്ട് ശാസ്തമംഗലം വരെയുള്ള ഭാഗത്ത് BJPക്ക് നല്ല സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അവിടെ CPMഉം BJPയും മുരളീധരനും നല്ല രീതിയിൽ തന്നെ നെറ്റ്വർക്കായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ അനു പറഞ്ഞത് പട്ടം ബ്ലോക്കിലേക്ക് കയറുന്നുണ്ട്. അതായത് ഈ കവടിയാറ്, അമ്പലമുക്ക്, ഗൗരീശപട്ടം, കേശവാസുപുരം അങ്ങോട്ടുള്ള ബ്ലോക്കിലേക്ക് കയറുമ്പോൾ കുറവങ്കാണം മുട്ടട കേസ് ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വോട്ടിന് വലിയ സ്വാധീനമുണ്ട്. ആ വോട്ടുകൾ 2021 പ്രശാന്തിലേക്ക് പോയ വോട്ടുകൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് K. മുരളീധരൻ. അദ്ദേഹത്തിന് മുന്നാക്ക വോട്ടുകളും അതുപോലെ തന്നെ പിന്നാക്ക വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒരുപോലെ സമാഹരിക്കാൻ കഴിയും. അത് തന്നെയാണ് മുരളീധരന്റെ സ്ട്രെങ്ത് എന്നാണ്. വരുന്നു, മത്സരിക്കുന്നു, ചെറുപ്പക്കാരൻ ആ രീതിയിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. 2021 ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം പോപ്പുലർ ആണോ 2026 എത്തുമ്പോൾ DK പ്രശാന്ത് എന്നുള്ളത് ഒരു ചോദ്യമാണ്.